അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ചെറിയൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാം കേട്ടോ. പകുതി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ, ഫുള്ളായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോസും കുറച്ച് കുക്കിംഗ് വീഡിയോസും ഇന്നത്തെ ഒരു ഡേ ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റപ്പോൾ ഇതാ മോർണിംഗ് ടീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ രാവിലത്തെ കടി ഉണ്ടാക്കാനും ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഈസി ആയിട്ട് എനിക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനതിലേക്ക് ഗോതമ്പ് പൊടിയും പിന്നെ അതിൽ കോഴിമുട്ട കസൂരി മേത്തിയും കൂടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുത്താൽ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഈ ഒരു ദോശമാവ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് തന്നെ ദോശ ഇങ്ങനെ ചുറ്റി കൊടുത്താൽ പിന്നെ ബാക്കിയുള്ള പണി നമുക്ക് ആ ഒരു സൈഡ് വെച്ചിട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അതിനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ രാവിലെ തന്നെ ചെയ്തത്. പിന്നെ അതൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ഞാനിത് അരച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ രാവിലെ തന്നെ നേരത്തെ പണി കഴിയും, ലേറ്റായിട്ട് പണി കഴിക്കുന്നത് തീരെ ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ചില ടൈമിൽ നമ്മുടെ ടൈം ഡിപ്പെൻസ് അനുസരിച്ചിട്ട് ലേറ്റായിന്ന് വരും. മിക്ക കേസും നേരത്തെ തന്നെ പണി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കിച്ചണൊക്കെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ പാത്രങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ടൈമിൽ ദോശ ഉണ്ടാക്കുന്നതിനിടയിലൊക്കെ പോയിട്ട് കഴുകൂട്ടോ. എപ്പോഴും ഇങ്ങനെ പാത്രം ഇങ്ങനെ പരന്ന് കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആവും കേട്ടോ. അപ്പം നമ്മൾ മാവ് അരച്ചതിന് ശേഷം ഞാനത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ട കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോഴേക്കും പാന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് ഓയിലൊക്കെ പുരട്ടിയിട്ട് നമുക്ക് ദോശ അങ്ങനെ ചുറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു കടി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഫിഷൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഫ്രിഡ്ജിൽ. അപ്പോൾ അത് ബാക്കിയുള്ളത് എടുത്തിട്ട് നമ്മൾ കറിയുടെ കാര്യങ്ങളും പിന്നെ അതേപോലെ തന്നെ ചട്നിയുടെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ഇതിനിടയിൽ ഞാൻ തേങ്ങ ചിരവാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഈ ദോശ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് വന്നിട്ട് ദോശ എടുത്ത് വെന്ത് കഴിഞ്ഞാൽ മറിച്ചിട്ടാൽ മതിയല്ലോ. അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഞാനിവിടെ ചമ്മന്തി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിലുള്ള തേങ്ങ ഒക്കെ അരച്ച് തന്നിട്ട് നമുക്ക് അതിൻ്റെ ഇടയിൽ ദോശ പാകമായപ്പോൾ ഞാനത് മറിച്ചിടാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗോതമ്പ് ദോശയ്ക്ക് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ ചട്നിയാണ് കേട്ടോ. തേങ്ങ ചമ്മന്തി അരച്ച് അതിൻ്റെ ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിനിടയിൽ പോയിട്ട് ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറ് കഴുകാണ് കേട്ടോ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് ഞാൻ പാത്രങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴുകി വെക്കും. കാരണം പരന്ന് കിടക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്നത് കാരണം വേഗം പാത്രങ്ങളൊക്കെ കഴുകി വെക്കാറുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല ഒരു 11:45 കഴിയുമ്പോഴേക്കും ഞാനൊരു കുട്ടിക്ക് ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ ക്ലാസ് ഇതിനിടയിൽ പോകുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ പണികൾ കഴിഞ്ഞിട്ട് പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് 12:45 ആയിട്ട് വരുമ്പോൾ പാത്രങ്ങളൊക്കെ വലിച്ചിടുന്നതും കിച്ചൺ ഇങ്ങനെ ക്ലീൻ ചെയ്യാതെ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ എനിക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ട്, അതിൻ്റെ മൈൻഡ് ഭയങ്കര ഡിസ്റ്റർബൻസ് ആവും. അപ്പോൾ അതുകൊണ്ട് വേഗം പണികൾ കഴിച്ചിട്ട് തന്നെ ഞാനത് ചെയ്യാൻ നോക്കുള്ളൂ കേട്ടോ. പിന്നെ അതിനിടയിൽ ഉമ്മാക്കും പിന്നെ മോനക്കും വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കോഴിമുട്ട പുഴുങ്ങി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ 2 പേർക്കും കഴിക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ ഒന്നെങ്കിൽ ഒന്നരാടം അല്ലെങ്കിൽ ഡെയിലി വെച്ചിട്ട് അങ്ങനെ കൊടുക്കും. അപ്പോൾ മോനക്ക് ഞാൻ നാടൻ കോഴിമുട്ട വാങ്ങിച്ചിട്ടാണ് ചെറുതിൽ കൊടുക്കാറ്. ഇല്ലാത്ത ടൈമിൽ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന കോഴിമുട്ട തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ തന്നെ അരി കഴുകുന്നുണ്ട്, അരി ഇടാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഗ്യാസ് അടുപ്പ് വേഗം ഒഴിവാകും തോറും വേഗം എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് വേഗം വെച്ചിട്ട് നമുക്ക് ആ ഒരു പണി കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനത്തിൽ വേറെ പണി നോക്കാമല്ലോ. അങ്ങനെ കഴിയുന്ന പണികൾ വേഗം കഴിക്കാൻ നോക്കും കേട്ടോ. അപ്പോൾ കോഴിമുട്ട ബോയിൽ ചെയ്യാൻ വെച്ചതിന് ആ ഒരു ഇതിലാണ് ഞാനിവിടെ അരി കഴുകാൻ നിൽക്കുന്നത്. അപ്പോൾ അരിയുടെ നമ്മളിങ്ങനെ ചോറ് വെക്കാൻ ഈ ഒരു വെള്ളമില്ല യൂസ് ചെയ്യുന്നത്. അപ്പുറത്ത് പോയിട്ട് മോട്ടറിൽ നിന്ന് എടുത്തിട്ട് ഡയറക്റ്റ് വരുന്ന വെള്ളമാണ് കേട്ടോ നമ്മളിവിടെ യൂസ് ചെയ്യുമ്പോഴേക്കും എഗ്ഗ് ബോയിലായി വന്നിട്ടുണ്ട്. ദോശ അപ്പുറത്ത് ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഓരോ ദോശകളും ഞാനിങ്ങനെ ചുട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിനിടയിലുള്ള വീഡിയോ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഒരു സ്റ്റൗ ഒഴിവായാൽ അപ്പുറത്ത് ഞാൻ അരിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറിലാണ് ചോറ് വെക്കാറ്. കാരണം ഒരു വിസിലടിക്കുമ്പോഴേക്കും നമ്മുടെ റൈസ് നന്നായി വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ചട്നി അടിക്കാൻ തേങ്ങ ചെരുവിയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിലേക്ക് ഒരു ഇഞ്ചും പച്ചമുളകും പിന്നെ ചുവന്നുള്ളിയും ആഡ് ചെയ്തിട്ട് ചമ്മന്തി അരച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ചട്നി ഇതാക്കുന്നത്. ചില സമയത്ത് കളർ കിട്ടാൻ വേണ്ടിയിട്ട് മുളക് പൊടി ഞാൻ ഇടാറുണ്ട്. ഇപ്പോൾ ഇന്ന് വൈറ്റ് ചട്നി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു, അങ്ങനെ കളർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ചട്നി തൂമിക്കാൻ വേണ്ടിയിട്ട് കടുക് ഇട്ട് കൊടുത്തിട്ട് വേപ്പിനെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതായി വരുമ്പോഴേക്കും ചുവന്ന മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ല് വരുന്നുണ്ട് ഈ ടൈമിൽ കേട്ടോ. നല്ല സ്മെല്ല് തന്നെയാണ് വരുന്നത്.
അങ്ങനെ ഈ ഒരു പണി കഴിഞ്ഞാൽ പിന്നെ അപ്പോഴേക്കും നമുക്ക് ഉമ്മാക്കും മോനും മോനെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ അവർക്ക് വിശക്കുമ്പോഴേക്കും വേഗം ഈ ഒരു തേങ്ങ ചട്നി അവർക്ക് നല്ല ഇഷ്ടമാണ്. ദോശ ഇഷ്ടമാണെന്നല്ല, ദോശയൊക്കെ കഴിക്കും, പക്ഷെ തേങ്ങ ചട്നി വെച്ച് കൊടുത്തിട്ട് പിന്നെ അവർക്ക് സ്വന്തമായിട്ട് തന്നെ വെച്ച് കൊടുക്കണമെന്നൊക്കെ ഉണ്ട് കേട്ടോ ചില സമയത്ത്. അപ്പോൾ ഇതാ അവർക്ക് രണ്ടുപേർക്കും പ്ലേറ്റ് ഇവിടെ വെച്ചിട്ട് അവരുടെ കാര്യം വേഗം കഴിക്കും കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഒരുവിധം എല്ലാ പണി കഴിഞ്ഞ് എന്നുള്ള ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഞാനും കൂടി എനിക്കും ഒരുമിച്ച് തന്നെയാണ് ഇത് എനിക്ക് വേണ്ടിയിട്ട് സെർവ് ചെയ്യണത്. പിന്നെ ആ ഒരു ടൈമിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം വന്നിരിക്കും കേട്ടോ. അപ്പോഴേക്കും പിന്നെ മോനുക്കും ഉമ്മാക്കും വേണ്ടിയിട്ട് എഗ്ഗ് ബോയിൽ ചെയ്തത് വെച്ചിട്ടുണ്ട്. ഇത് അവൻ്റെ പ്ലേറ്റാണ് കേട്ടോ. മോനക്കൊരു ഇങ്ങനെ ഒരു പ്ലേറ്റിലാണ് ഇട്ട് കൊടുക്കാറ്. അപ്പോൾ അവൻ്റെ ഇഷ്ടത്തിന് ചില സമയത്ത് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കും, ചില സമയത്ത് നമ്മൾ തന്നെ വായിൽ വെച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ തലേന്ന് തന്നെ നമ്മൾ എല്ലായിടത്തും അടിച്ച് വാരി ക്ലീൻ ചെയ്ത് വെക്കും. പിന്നെ അവിടെ ഇവിടെ അവൻ്റെ ടോയ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ സ്പ്രെഡായി കിടക്കുന്നത് മാത്രം ഒന്ന് ഒതുക്കി വെച്ചാൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ വീട് ക്ലീനായി കിടക്കും കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ ഇതാ മീൻ കറി തയ്യാറാകട്ടെ. എപ്പോഴും 11 മണി ആയിട്ടുണ്ട്. അതിനുള്ളിൽ ഞാൻ വേഗം കറിയൊക്കെ ഉണ്ടാക്കാൻ നോക്കും. അപ്പോൾ ബാക്കി വരുന്ന തേങ്ങ വെച്ചിട്ട് ഞാൻ തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് കുറച്ച് എന്താ പറയുക ചുവന്നുള്ളിയും പിന്നെ അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ സാധാ മുളക് പൊടിയാണ് യൂസ് ചെയ്യാറ്, കാശ്മീരി ചില്ലി പൗഡറൊന്നും യൂസ് ചെയ്യില്ല. അപ്പോൾ ഇത് ഇടുമ്പോൾ നോക്കൂട്ടോ, അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് സൂക്ഷിച്ച് തന്നെയാണ് കേട്ടോ. ഞാൻ മറ്റേ ചട്നി ഉണ്ടാക്കിയ ആ ഒരു ജാറിലാണ് കേട്ടോ ഞാൻ ഈ ഒരു തേങ്ങ ഇട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിൻ്റെ മുകൾ ഭാഗത്തും ഒക്കെ കാണുന്നത്. കാരണം എന്തായാലും തേങ്ങ ഇങ്ങനെ അടിച്ച ജാറല്ലേന്ന് വിചാരിച്ചിട്ടാണ് അതിൽ തന്നെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പുളി പിഴിഞ്ഞിട്ടുള്ള മീൻ കറി ഞാൻ അങ്ങനെ വെച്ചാൽ പുളി പിഴിഞ്ഞ് വെള്ളത്തിലിട്ട് അങ്ങനെ വരണ്ടേന്നുള്ള ആ ഒരു ടൈം നോക്കിയിട്ട് ഞാൻ പുളി അധികം പിഴിഞ്ഞ് കറി വെക്കാറില്ല. ഇവിടെ കുടംപുളി ഉണ്ട്. അപ്പോൾ കുടംപുളി ഉപ്പിലിട്ട് വെച്ചിട്ടുള്ളത് നന്നായി കഴുകിയിട്ട് ഞാൻ മീൻ കറിയിൽ യൂസ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ വേപ്പിലയും പച്ചമുളകും പിന്നെ തക്കാളി കട്ട് ചെയ്തിട്ട് നന്നായിട്ട് തിരുമിയിട്ട് ഞാനിത് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പുളി പിഴിഞ്ഞ ഇതാണ് മിക്കപ്പോഴും നമ്മൾ യൂസ് ചെയ്യാറ്. വലിയ മീനിലാണ് കുടംപുളി എല്ലാവരും യൂസ് ചെയ്യുക, പക്ഷെ ഞാൻ ചില ടൈമിലൊക്കെ മിക്ക മീൻ കറിയിലും കുടംപുളിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മടി കാരണം, അല്ലെങ്കിൽ വേണ്ട, ഇപ്പോൾ ഈസിയാണ്. ഇവിടെ ഈ ഒരു കബോർഡിലാണ് കുടംപുളി ഉള്ളത്, അതുകൊണ്ട് വേഗം എടുക്കാൻ പറ്റുമല്ലോ എന്നുള്ള ഒരു ഇതുകൊണ്ട് ഞാൻ കുടംപുളിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ലേശം ഉപ്പ് ഇട്ട് പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഇങ്ങനെ കട്ടി തോന്നിയപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിനി മീനിട്ട് കൊടുക്കാം. അപ്പോൾ ഈ മീൻ ചില ടൈമിൽ മീനിനനുസരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, ഒന്ന് കറി തിളച്ച് വരുമ്പോൾ അതിന് ശേഷമാണ് മീനിട്ട് കൊടുക്കാറ്. ഇതിപ്പോൾ മൊത്തത്തിൽ മീനിട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ്, ചെറുമീനായതുകൊണ്ട് ടേസ്റ്റും കൂടി കറിയിലേക്ക് തട്ടിക്കോട്ടെ പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരുമിച്ചിട്ട് കൊടുത്തിട്ടോ. പിന്നെ ആ ഒരു കറി ആവുന്നതിനിടയിൽ വേഗം ഞാൻ ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ. ക്ലീൻ ചെയ്തിട്ട് കാണുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമാണ്, പെട്ടെന്ന് പണികൾ കഴിച്ചാൽ. പിന്നെ ബാക്കി വരുന്ന പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ബേസണൊക്കെ കഴുകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു മൈൻഡ് റിലാക്സ് ആയിട്ട് കിട്ടും. എനിക്കിങ്ങനെ ഭയങ്കര മെസ്സായി കിടക്കുന്നത് കാണുമ്പോൾ തന്നെ തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ വേഗം പാത്രങ്ങൾ കഴുകി, കാരണം നമ്മൾ തന്നെ ചെയ്യാനുള്ളൂ എന്ന് കാണുമ്പോൾ നമ്മൾ തന്നെ വേഗം നമ്മളെ ഡ്യൂട്ടി അടിച്ചിട്ട് വേഗം പണി തീർക്കും. ബാക്കിയുള്ള ടൈമിലേക്ക് വെക്കുമ്പോൾ വീണ്ടും ആ ഒരു ടൈമിൽ വന്നിട്ട് നമ്മൾ തന്നെ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പം തന്നെ ഉള്ള ടൈം വേഗം ഫാസ്റ്റ് ആക്കാൻ നോക്കും കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ നോക്കുന്നത് പപ്പടം പൊരിക്കലാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കുക്കർ വിസിലടിച്ചിട്ട് ചോറ് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചോറ് അങ്ങനെ ഊറ്റിയെടുക്കും. ആ ഒരു ടൈമിൽ തന്നെ ചോറ് ഊറ്റിയെടുക്കും. ഇപ്പുറത്തെ ഒരു പാത്രത്തിൽ ഞാൻ പപ്പടം പൊരിക്കാനും വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ കറി തൂമിച്ചിട്ടില്ല. കറി അങ്ങനെ തിളച്ച് വന്നപ്പോൾ അങ്ങനെ മൂടി വെച്ചത്. തിളച്ച പാടനെ വെക്കണം, പക്ഷേ ഈ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെയും മോൻ്റെ അടുത്തേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ തിളപ്പിക്കുന്നത് ആ ഒരൊറ്റ ടൈമിൽ നടന്നില്ല കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ളി അരിഞ്ഞിട്ട് വെക്കുന്നുണ്ട്, അപ്പുറത്ത് ചോറ് ഊറ്റുന്നുണ്ട്, പപ്പടം പൊരിക്കുന്നുണ്ട്. അപ്പോൾ പപ്പടം പൊരിച്ചത് കുറച്ചേ പപ്പടം പൊരിക്കുന്നുള്ളൂ, എല്ലാവരും ഇല്ല, ആകെ 2 ആളുള്ളൂ, മോനെ കൂട്ടിയിട്ട് 3 ആൾ. അപ്പം അത്രയൊന്നും പൊരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അപ്പുറത്ത് മീൻ ഫ്രൈ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇപ്പുറത്ത് ഞാനിവിടെ കറി തൂമിക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു പാത്രം തൂമിക്കുന്ന പാത്രം ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ അത് നല്ല മൂത്ത് വരുമ്പോൾ നമുക്കത് കറിയിലേക്ക് ഒഴിച്ചെടുക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഈ ചുവന്നുള്ളി വെളിച്ചെണ്ണയിൽ മൂത്ത് വരുന്ന ആ ഒരു സ്മെല്ലുണ്ടല്ലോ, അത് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ടൈം നോക്കുമ്പോൾ 11:30 ആയി കേട്ടോ. 11:30 ആയി. അപ്പോൾ ആ ഒരു ടൈം 11:45 12 മണി ആയാലും എനിക്ക് ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ടൈമിനനുസരിച്ചിട്ട് ആ കുട്ടി റെഡിയാവും. പിന്നെ ഇതാ നമുക്ക് വാഷിൽ നിന്ന് അധികം വാഷ് ചെയ്യാനില്ല.
കുറേ ഇപ്പോൾ അധികം ആരും ഇല്ലാത്തത് കൊണ്ട് വാഷ് ചെയ്യാനില്ല. അപ്പോൾ മോൻ്റെ കുറച്ച് ഡ്രസ്സ് ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് അങ്ങനെ കഴുകാൻ ഇടുന്നുണ്ട് കേട്ടോ. അതങ്ങനെ ആയിക്കോളും, ഉണങ്ങി വരുമ്പോൾ നമുക്ക് തോരട്ടാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ വാഷ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കും 11:30 ആകുമ്പോഴേക്കും നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് റൂം ക്ലീൻ ചെയ്യുന്ന ബെഡ്ഷീറ്റ് വിരിക്കുക അത്രേ ഉള്ളൂ. ബാക്കിയുള്ള അടിച്ചുപാലും എല്ലാം കഴിഞ്ഞ് കിച്ചണിലത്തെ പണി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സമാധാനം കേട്ടോ. അപ്പോൾ ഇതാണ്ട് നമ്മുടെ കിച്ചൺ. അപ്പോൾ ഇത്രയും ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ചോറ് ഊറ്റി കഴിഞ്ഞിട്ടില്ല, ലാസ്റ്റ് എത്തിയിട്ടുള്ളൂ. അതുകൂടി കഴിഞ്ഞാൽ എൻ്റെ കിച്ചൺ പരിപാടി കഴിഞ്ഞ് എനിക്ക് കിച്ചൺ പരിപാടി വേഗം കഴിയുന്നത് അത്ര ഇഷ്ടമാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.